ഹലോ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കീഫ ഹാലക്കും? എന്തൊക്കെയാണ് വിശേഷങ്ങളെ? എല്ലാവരും സന്തോഷമായി ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കണു. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു പോർഷൻ ഡിസ്കഷൻ ചെയ്യാനാണ്. അതായത് എക്സാമിന് 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഒരു 3 മാർക്കിനൊക്കെ നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു പോർഷനാണ് നമ്മളിന്ന് ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത്. സോ എല്ലാ കുഞ്ഞു മക്കൾക്കും മാമിൻ്റെ ഈ ഒരു ലൈവ് സെഷനിലേക്ക്, അതല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കണ്ടന്റ് സെഷനിലേക്ക് എല്ലാവരെയും മാം സ്വാഗതം ചെയ്യാണ്. സോ എല്ലാ മക്കളും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക. എക്സാം ആണ്, പക്ഷെ ടെൻഷനൊന്നും വേണ്ട, ആവശ്യമൊന്നുമില്ല. നന്നായി പഠിച്ചവർക്ക് ടെൻഷൻ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നന്നായിട്ട് നല്ല കുഞ്ഞുങ്ങളായിട്ട് എന്ത് ചെയ്യാം, ഇരിക്കുക. ഓക്കെ. അപ്പോൾ ദേ ഇന്ന് മാം ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം നമ്മൾ പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ചും അതേപോലെ തഗയ്യുറാത്തുൽ മുനാഖ് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ചു ഫസ്റ്റ് പോർഷനിൽ, അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് എന്താ പറയുക, ഡിസ്കഷൻ ചെയ്യാനുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ, നമ്മളോട് പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് പല തരത്തിലാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ. അതായത് ചിലപ്പോൾ നിങ്ങളോട് പറയും എന്തൊക്കെയാണ് പ്രകൃതിയെ സേവ് ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് അങ്ങനെ ചോദിക്കും, പ്രകൃതിയെ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാം. അതല്ലെങ്കിൽ എങ്ങനെ ചോദിക്കും നിങ്ങളോട്? അതല്ലെങ്കിൽ ചോദിക്കും ഇതിൽ നിന്നും നിങ്ങളെ എടുത്ത് എഴുതുക. അതായത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട, പ്രകൃതി സേവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ഈ സെഷനിൽ നിന്നും നിങ്ങൾ എടുത്തെഴുതുക. ഇങ്ങനെ പറയും. ഇങ്ങനെ പല കോലത്തിൽ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, സുൽബിൽ മുനാസിബ്, അതായത് എന്താ പറയുക, ഇപ്പം ചേരുംപടി ചേർക്കാം, അല്ലേ? ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും. അങ്ങനെ പല രീതിയിൽ നിങ്ങളോട് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമുക്കതൊന്ന് ജസ്റ്റ് ഡിസ്കഷൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 28 പേജ് നമ്പറിലുള്ളതാണ് ഈ ഒരു ഏരിയ. മാഹിയ അന്നഷാത്താത്തുൽ ലാസിമ ലിഹിമായത്തിൽ ബിആ, അതായത് പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നശാത്താത്തുകൾ, ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലേ? ഒന്നെന്താ മക്കളെ? അത്തശ്ജീർ. എന്താ തെഷ്ജീർ എന്ന് പറഞ്ഞാല്? അതായത് നമ്മൾ വനം വെച്ച് പിടിപ്പിക്കുക, അതായത് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അതപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കാൻ നമുക്ക് ആദ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് മരങ്ങളെ പ്രകൃതിയിൽ വെച്ച് പിടിപ്പിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഭൂമിക്ക് നിലനിൽപ്പുണ്ടാവുള്ളൂ. മരങ്ങളില്ലെങ്കിൽ ഭൂമി എന്നോ തകർന്ന് തരിപ്പണമാവും, അല്ലേ? അപ്പോൾ ഭൂമി അതിനനുസരിച്ചിട്ടുള്ള ഒരു ക്ലൈമറ്റും അതിനനുസരിച്ചിട്ടുള്ള ഒരു മണ്ണുമാണ് പടച്ചോൻ ഭൂമിയിൽ തന്നിട്ടുള്ളത്. കാരണം അല്ലെങ്കിൽ ആ ഭൂമി അതിനെയും കൊണ്ട് എന്ത് ചെയ്യും, പൊട്ടി തകർന്ന് പാളീസായി പോവും, അല്ലേ? അപ്പോൾ ഈ ഒരു കാര്യം എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റും തഷ്ജീർ. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ബോധവൽക്കരണം ചെയ്യാൻ പറ്റും, അല്ലേ? ബോധവൽക്കരണം ചെയ്തൂടെ? യെസ്. അപ്പോൾ അതിന് നമ്മളിവിടെ എഴുതി കൊടുക്കുക തൗഇയത്ത് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ബോധവൽക്കരണം. എന്തിനെ കുറിച്ച്? അഹ്മിയത്തുൽ ബിഅത്ത്, പ്രകൃതിയുടെ എന്തിനെ കുറിച്ച്? ഇമ്പോർട്ടൻസിനെ കുറിച്ച് ബോധവൽക്കരണം നടത്താം. അഹ്മിയത്തുൽ ബിഅത്ത്, അല്ലേ? പിന്നെന്താണ്? പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക, അല്ലേ? പറ്റൂലേ? തഖ്ലീലു തഖ്ലീലു ഇസ്തിഖ്ദാമി പ്ലാസ്റ്റിക്, തഖ്ലീലു ഇസ്തിഖ്ദാമി പ്ലാസ്റ്റിക്, അല്ലേ? പിന്നെന്താണ്? പിന്നെ നമുക്ക് എന്തൊക്കെ ഉപയോഗങ്ങൾ കുറയ്ക്കാം? എന്തൊക്കെ ഉപയോഗങ്ങൾ ശ്രദ്ധിക്കാം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, അല്ലേ? അതായത് പിന്നെ റോഡുകളൊക്കെ വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, സൂക്ഷിക്കുക, അല്ലേ? അൽ അമലു നളാഫത്തി അല ശാരിയ, അതൊക്കെ പറ്റും. പിന്നെ എങ്ങനെ പറ്റും? വൽ അൻഹാർ, പുഴകൾ എന്ത് ചെയ്യാം, സേവ് ആക്കി വെക്കുക, അല്ലേ? ഹാഫിളത്തുൽ അൻഹാർ, ഹാഫിൾ അലൽ അൻഹാർ, അല്ലേ? പുഴകളെ നമുക്ക് സേവ് ചെയ്ത് വെക്കാം, അല്ലേ? പുഴകളെ നമുക്ക് സേവ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ അതിനെ വൃത്തിയാക്കാം, വൃത്തിയാക്കാം. പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മള്? അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഇനി അതിൽ വരുന്നതാണ് എന്തെന്നറിയോ? അതായത് പിന്നെ നമ്മൾ സൗരോർജം ഉപയോഗിക്കുക, അല്ലേ? ഇസ്തിഖ്ദാമു ത്വാഖത്ത് ശംസിയ, അത് നമുക്ക് അതിൽ എഴുതാം. ഓക്കെ. മാം ജസ്റ്റ് ഒന്ന് എഴുതുന്നുണ്ട്, അറിയാത്തവർക്കാണ് കേട്ടോ. ഓക്കെ. طاقة الشمسية
ഓക്കെ, തോക്കത്ത് ഷംസിയ അത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രകൃതിയെ സേവ് ചെയ്ത് വെക്കാം. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഖ്തർ മിനൽ ആത്തിയത്തി അന്നഷാത്താത്തിൽ ലാസിമ ലിഹിമായത്തിൽ ബിഅതി വക്തുബ്. എന്താ പറഞ്ഞിട്ടുള്ളത്? വെരി വെരി ഈസിയാണ്. ഇഖ്തർ നമ്മൾ തെരഞ്ഞെടുക്കണം. എന്താ തെരഞ്ഞെടുക്കേണ്ടത്? അല്ലാത്തിയ താഴെ തന്നിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കണം. അന്നഷാത്താത്തുൽ ലാസിമ അതായത് നിർബന്ധമായും ചെയ്യേണ്ടത്, ലിഹിമായത്തിൽ ബി ആ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ എടുത്ത് എഴുതേണ്ടത് അല്ലെ. എന്താണ് അവിടെ പറഞ്ഞിട്ടുള്ളത്? എന്താ പറഞ്ഞിട്ടുള്ളത് മക്കളെ? ജസ്റ്റ് ഒന്ന് നോക്കിയേ. തഖലീലു ഇസ്തിഖ്ദാമുൻ നഫ്ത് അല്ലെ, അതായത് അത് ഏതൊക്കെയാണ് വരുന്നത് നമുക്കൊന്ന് നോക്കാം. തഖലീലു ഇസ്തിഖ്ദാമുൻ നഫ്ത് എന്താ അങ്ങനെ പറഞ്ഞാല് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാം നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. തഖലീലു ഇസ്തിഖ്ദാമുൻ നഫ്ത് എന്താ അങ്ങനെ പറഞ്ഞാല് പെട്രോളിയം പോലെയുള്ള കുഴിച്ചെടുക്കുന്ന എണ്ണയുടെ ഉപയോഗം എന്ത് ചെയ്യുക, കുറയ്ക്കുക അല്ലെ. പിന്നെന്താണ്, ഇസ്തിഖ്ദാമു പ്ലാസ്റ്റിക് ഉപയോഗിക്കുക, അതെന്താണ്, തെറ്റാണ് അല്ലെ, അത് പ്രകൃതിക്ക് ദോഷല്ലേ. അടുത്തത് ഇസ്തിഖ്ദാമു ത്വാഖത്തു ശംസിയ സൗരോർജവും ഉപയോഗിക്കുക, അതൊരു നല്ല കാര്യമാണ്. അടുത്തത് എന്താണ്, ഇസ്തിഖ്ദാമുൽ അസ്മിദത്തു ത്വബിഇയ്യ അതായത് പ്രകൃതിദത്ത ജൈവ വളങ്ങൾ ഉപയോഗിക്കുക അല്ലെ, അതും ഒരു ശരിയായ കാര്യമാണ്. ഇസ്തിഖ്ദാമു അൽ മുബീദാത്തുൽ ഹശറാത്ത് അതായത് കീടനാശിനികൾ ഉപയോഗിക്കുക, അത് തെറ്റല്ലേ. കീടനാശിനി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്കറിയാം തഖലീലു ഇസ്തിഖ്ദാമുൻ നഫ്ത് അതായത് പെട്രോളിയം പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളത് കുറയ്ക്കുക. തഖലീൽ എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക. ഇസ്തിഖ്ദാമു പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത് തെറ്റാണ്. ഇസ്തിഖ്ദാമു ത്വാഖത്തു ശംസിയ എന്താ പറയാ സൗരോർജം ഉപയോഗിക്കുക. ഇസ്തിഖ്ദാമു അസ്മിദത്തു ത്വബിഇയ്യ അതായത് പ്രകൃതിദത്ത ജൈവ വളങ്ങൾ ഉപയോഗിക്കുക. ഇസ്തിഖ്ദാമു മുബീദാത്തുൽ ഹശറാത്ത് അതായത് കീടനാശിനി ഉപയോഗിക്കുക, അത് തെറ്റാണ് അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പ്രകൃതി സേവുമായി ബന്ധപ്പെട്ട എന്ത് പോയിന്റ്സുകൾ, അതായത് മാം ഇവിടെ ടിക്കിട്ട് പോയിന്റ്സുകളാണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഉണ്ടോ അവിടെ എക്സ്ട്രാ മാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. തഖലീലു ഇസ്തിഖ്ദാമുൻ നഫ്ത് അത് കറക്റ്റ് ആണ്. നമുക്ക് എന്താ പറയാ യൂസ് ചെയ്യാൻ പറ്റിയ എന്താ പറയാ പ്രകൃതിയെ സേവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇസ്തിഖ്ദാമു ത്വാഖത്തി ശംസിയ അതായത് നമ്മുടെ സൗരോർജം ഉപയോഗിക്കുക. ഇസ്തിഖ്ദാമു അസ്മിദത്തി ത്വബിഇയ്യ നമ്മുടെ ജൈവ വളങ്ങൾ നമ്മൾ ഉപയോഗിക്കുക അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഇനി ഒരൊറ്റ കാര്യം കൂടെ നമുക്കിതിൽ ചെയ്യാനുണ്ട്. ഒന്ന് നോക്കിയേ, മയ്യിസ് മിനൽ ആതിയത്തി അസ്ബാബി തഗയ്യുറുൽ മുനാഖ് വഹൗലഹു നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാരണങ്ങളെയും അതിൻ്റെ പരിഹാരങ്ങളെയും നമ്മളോട് എന്ത് ചെയ്യാനാണ്, സെപ്പറേറ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കിയേ, അൽ അസ്ബാബു തഗയ്യുറുൽ മുനാഖിന്റെ റീസൺസ്, പിന്നെ അതിൻ്റെ ഹുലൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ പരിഹാരങ്ങൾ അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, ഒന്നാമത്തത് എന്താണ്, അസ്ബാബു തഗയ്യുറുൽ മുനാഖ് ഒന്നാമത്തതിന്റെ കാരണം അല്ലെ. അസ്ബാബ് അതിന്റെ കാരണങ്ങളാണ്, തഗയ്യുറുൽ മുനാഹിന്റെ കാരണങ്ങൾ. അത് ഇതിൽ ഏതൊക്കെയാ വരിക? അത്തശ്ജീർ മരം വെച്ച് പിടിപ്പിക്കുക, അൽ ഖിയാമു തൗഇയ്യ ബോധവൽക്കരണം നടത്തുക, അൽ മുഹാഫളാത്തു അലൽ ബിഅത്തി മിന തൽവീസ് അതായത് പൊല്യൂഷനിൽ നിന്ന് പ്രകൃതിയെ സംരക്ഷിക്കുക, പിന്നെ ഹരീഖുൽ ഗാബ കാട്ടുതീ, പിന്നെ ഫൈലാൻ വെള്ളപ്പൊക്കം, ഇസ്തിഖ്ദാമു പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം. അപ്പൊ ഇത് മൊത്തം എന്താണ് ഇങ്ങോട്ടാണ് വരിക. അതായത് അതിന്റെ തഗയ്യുറാത്തുൽ മുനാഹിന്റെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ റീസൺസുകളാണ്, കാരണങ്ങളാണ് ഇവയൊക്കെ. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, അത്തശ്ജീർ വനം വെച്ച് പിടിപ്പിക്കുക അല്ലെങ്കിൽ മരം വെച്ച് പിടിപ്പിക്കുക, ഖിയാമു തൗഇയ്യ മുഹാഫളാത്തു അലൽ ബിഅ ഇതൊക്കെ എന്താണ്, അതിന്റെ പരിഹാരങ്ങളാണ്. അപ്പൊ അതിനെ നമുക്ക് ഇങ്ങോട്ടേക്കും വിടാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് മൊത്തം എന്താണ്, നേരെ ഇങ്ങോട്ടാണ് വരുന്നത്. ഇത് മൊത്തം ഈ സെഷൻ മൊത്തം ഈ രൂപത്തിലാണ് വരുന്നത്, ഈ സെഷൻ മൊത്തം ഇങ്ങോട്ടുമാണ് വരുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ ഇതുപോലെയാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക കേട്ടോ.
അപ്പോൾ ഇനിയും നിങ്ങൾ ക്വസ്റ്റ്യൻസ് മനസ്സിലാവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ക്വസ്റ്റ്യൻ എന്താ വന്നിട്ടുള്ളത് എന്ന് നല്ലപോലെ വായിക്കണം. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ പിന്നെ ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ എന്ത് ചെയ്യുക, പിന്നെ പോർഷൻസ് ഏതൊക്കെയാണ്, എന്താ പറയുക, പിന്നെ ഒരു കോളത്തിൽ ഏതൊക്കെയാണ്, സെക്കൻഡ് കോളത്തിൽ ഏതൊക്കെയാണ് എന്നുള്ളത് നന്നായിട്ട് വായിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ രൂപത്തിലാണ് നിങ്ങളോട് പിന്നെ പ്രകൃതിയെ സേവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, അതേപോലെ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു 3 മാർക്കിനൊക്കെ ഈ ലെവലിലാണ് നിങ്ങളോട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാ ഇനി ഒന്നും കൂടെ അതിന്റെ ആൻസർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കിയേ, അസ്ബാബ് തഗയ്യുറുൽ മുനാഖ് കണ്ടോ, എന്തൊക്കെയാണ്? ഹരീഖുൽ ഗാബ, ഫൈലാൻ, ഇസ്തിഖ്ദാമു പ്ലാസ്റ്റിക്, അല്ലേ? സിമ്പിളാണ്. കാട്ടുതീ, വെള്ളപ്പൊക്കം, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം. പിന്നെ അതിന്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണ്? വനം വെച്ച് പിടിപ്പിക്കുക, ഖിയാമു തൗഇയ്യ ബോധവൽക്കരണം നടത്തുക, മുഹാഫലത്തുൻ അലൽ ബിഅതി മിനത് തൽവീസ്. എന്തൊക്കെയാ മക്കളെ? എന്തൊക്കെയാ വരുന്നത്? യെസ്, അതായത് എന്താണ്, പ്രകൃതിയെ എന്ത് ചെയ്യുക, പൊല്യൂഷനിൽ നിന്ന് സേവ് ചെയ്ത് വെക്കുക, അല്ലേ? അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത്. സോ എൻ്റെ എല്ലാ കുഞ്ഞുമക്കളും എല്ലാവരും ഈ ഒരു ഏരിയ നന്നായിട്ട് മനസ്സിലാക്കണം കേട്ടോ. അപ്പം ഇൻഷാ അല്ലാ ലൈവിൽ കാണാം മക്കളെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.